ഒരു ഉദാഹരണം പറയാം. ഈ ഷുഗർ വരുന്നതിന്റെ കാരണം എന്താണ്? ഷുഗർ വരുന്നതിന്റെ കാരണം പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലുകൾ നശിച്ചു പോകുമ്പോഴാണ്. എന്തുകൊണ്ടാണ് പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ല് നശിച്ചു പോകുന്നത്? പറയും നമ്മള് കാർബോഹൈഡ്രേറ്റുള്ള ആഹാരം കൂടുതൽ കഴിക്കുന്നത് നമുക്ക് ഷുഗർ കൂടുന്നു, മധുരം കൂടുതൽ കഴിക്കുന്നു. അല്ല സുഹൃത്തുക്കളെ, നമ്മളെ കാരണന്മാര് രാവിലെ പഴങ്കഞ്ഞി കഴിച്ചിരുന്നില്ലേ? ഉച്ചക്ക് ചൂടക്കഞ്ഞി കഴിക്കുമായിരുന്നില്ലേ? അതിനുശേഷം 11 മണിക്ക് ചൂടക്കഞ്ഞി കഴിക്കുമായിരുന്നില്ലേ? ഉച്ചക്ക് ചോറ് തിന്നുമായിരുന്നില്ലേ? അത്താഴം വീണ്ടും ചോറ് കഴിക്കുമായിരുന്നില്ലേ? ഇതെല്ലാം ഇരുന്ന് നമ്മളെ കാരണന്മാരുടെ ആഹാരം. അവർക്കാർക്കും രോഗങ്ങൾ വന്നിരുന്നില്ല. അവര് പണിയെടുത്തിരുന്നപ്പോ കുട്ടിയെ ഗുണമെന്താണ്? അവരുടെ ശരീരത്തിലെ സെൽ വോൾട്ടേജ് കറക്റ്റ് ആയിരുന്നു. ബയോ ഇലക്ട്രോമാഗ്നറ്റിക് പവർ അവർക്ക് സുലഭമായിട്ട് കിട്ടിയിരുന്നു. നമ്മളുടെ ഈ പറയുന്ന പാർട്സ് കംപ്ലൈന്റ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടണം, ഓക്സിജനുള്ള ബ്ലഡ് കിട്ടണം. നമ്മളെ പാൻക്രിയാസിന്റെ ഓരോ കോശങ്ങൾക്കും ഓക്സിജനുള്ള ബ്ലഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പാൻക്രിയാസിന്റെ ഒരു കോശവും ഡാമേജ് ആവും. പാൻക്രിയാസിന്റെ കോശങ്ങൾ ഡാമേജ് ആകുന്നതിന്റെ പ്രധാന കാരണം ഓക്സിജനുള്ള ബ്ലഡ് കിട്ടുന്നില്ല. ബ്ലഡ് സർക്കുലേഷന്റെ ധർമ്മം എന്താണ്? ബ്ലഡ് സർക്കുലേഷന്റെ പ്രധാന ധർമ്മം നമ്മളുടെ ശരീരത്തിലുള്ള 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ഓക്സിജനുള്ള ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളെ കോശങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഓക്സിജൻ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ബ്ലഡ് സർക്കുലേഷന്റെ ആദ്യത്തെ ധർമ്മം.